ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് കിച്ചണിലേക്ക് സ്വാഗതം. മത്തി എങ്ങനെയാണ് വൃത്തിയാക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത്. ഇത് നമുക്ക് ഒരുവിധം എല്ലാവർക്കും അറിയുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് അറിയാത്ത ഒരുപാട് പേരുണ്ട്, പുതിയതായിട്ട് കുക്കിംഗ് പഠിച്ചു വരുന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഞാൻ മത്തി എങ്ങനെയാണ് ക്ലീൻ ചെയ്യുക എന്നുള്ളത് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ കിട്ടിയത് ചെറിയ മത്തിയാണ് കേട്ടോ, അതായത് കുഞ്ഞമ്മത്തിയാണ് കിട്ടിയത്. അപ്പോൾ കുഞ്ഞമ്മത്തിയും വലിയ മത്തിയൊക്കെ ക്ലീൻ ചെയ്യുന്നതൊക്കെ ഒരേപോലെയാണ്. ചെറിയൊരു വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലുള്ള ഈ ചുണങ്ങുണ്ടല്ലോ, ഈ മത്തിൻ്റെ മുകളിൽ ഇതേപോലെ കാണുന്ന ഈ ചുണങ്ങിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അത് കുഞ്ഞമ്മത്തിക്ക് കുറവായിരിക്കും, വലിയ മത്തിക്ക് അത് കുറച്ച് അധികം ഉണ്ടാവും. അപ്പോൾ നമുക്ക് കുഞ്ഞമ്മത്തി ക്ലീൻ ചെയ്യുന്ന സമയത്ത് അത് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം. വലിയ മത്തി അത് കുറച്ചും കൂടി അധികം ഉണ്ടാവും, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ക്ലീൻ ചെയ്യുന്നതൊക്കെ ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ മത്തി വാങ്ങിച്ചിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്, പെട്ടെന്ന് ചുണങ്ങൊക്കെ ഇറങ്ങി വരാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ഇതേപോലെ ഒരു കത്തി എടുത്തിട്ട് മെല്ലെ ഈ ചുണങ്ങ് ഇങ്ങനെ ചുണങ്ങിയെടുക്കാം. ഇതിപ്പോൾ കുഞ്ഞമത്തി ആയതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചുണങ്ങിയെടുക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ തൊലി ഉണ്ടല്ലോ അതൊന്ന് ഇളകിപ്പോകും. കുഞ്ഞമത്തിക്ക് ഒരുപാട് ചുണങ്ങൊന്നും ഉണ്ടാവുകയില്ല, നമ്മൾ ഈ ചുണങ്ങി കഴിഞ്ഞിട്ടില്ല, ബാക്കി നമ്മൾ കഴുകുന്ന ടൈമിൽ തന്നെ പോയിക്കോളും. വലിയ മത്തിക്കാകുമ്പോഴാണ് കുറച്ച് അധികം ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് രണ്ട് സൈഡ് ഒന്നിങ്ങനെ മെല്ലെ ചുണങ്ങി കൊടുത്താൽ മതി, വലിയ ബുദ്ധിമുട്ടില്ല കുഞ്ഞമത്തി ചുണങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ രണ്ട് സൈഡും നന്നായിട്ട് ചുണങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കാം, അതിലുള്ള ചുണങ്ങൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലൊന്നും ഇല്ല, ഞാൻ ജസ്റ്റ് ഒന്നും കൂടി കാണിക്കുന്നതേ ഉള്ളൂ. ഒരുവിധം ചുണങ്ങെല്ലാം നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ വാൽഭാഗമാണ് കട്ട് ചെയ്തെടുക്കുക. നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ സൈഡിലുള്ളത് ഇതേപോലത്തെ ചെകിളയുണ്ടല്ലോ, അതും ഒന്ന് കട്ട് ചെയ്തിട്ട് കളയാം. ഇനി നമ്മൾ തലയുടെ ഭാഗമാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഈ മത്തിയിൽ തല എടുക്കുന്നില്ല കേട്ടോ, കുഞ്ഞമത്തി ആയതുകൊണ്ട് ഞാൻ തല എടുക്കാറില്ല. അപ്പോൾ തല ക്ലീൻ ചെയ്യുന്ന മുമ്പ് ഇതേപോലെ സൈഡിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കത്തി കൊണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റൊക്കെ പുറത്തേക്ക് കളയാം. കത്തി കൊണ്ട് തന്നെ ഇതേപോലെ തന്നെ ക്ലീൻ ചെയ്തെടുത്താൽ മതി. ഇനി ഞാൻ ഇതിലെ തല കളയാണ്, ചെറിയ മത്തി ആയതുകൊണ്ട് തല എടുക്കുന്നില്ല. തല എടുക്കുന്ന വീഡിയോയും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാനിപ്പോൾ കത്തി കൊണ്ട് കട്ട് ചെയ്യുന്നതാണല്ലോ കാണിച്ചത്, ഞാൻ കത്രികനെ കൊണ്ട് കട്ട് ചെയ്യുന്ന ഭാഗത്ത് തലയും കൂടി എടുക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ തല വേണമെന്നുള്ളവർ അതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ വേസ്റ്റും ഇതേപോലെ കത്തി കൊണ്ട് മാറ്റിക്കളയാം. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇനി കഴുകുമ്പോൾ പോകും കേട്ടോ. ഈ ചോരയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ കഴുകുന്ന ടൈമിൽ പോകും. അപ്പോൾ ബാക്കിയുള്ള വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ കഴുകുന്ന ടൈമിൽ ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു മത്തി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാറുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന മസാലയൊക്കെ അതിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ജസ്റ്റ് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ്. ഇനി ഒരു മത്തിയും കൂടി എടുത്തിട്ട് കത്രിക കൊണ്ട് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് കാണിക്കട്ടെ. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ എപ്പോഴും കത്രിക വെച്ചിട്ടാണ് മീനൊക്കെ ക്ലീൻ ചെയ്യാറ്, കത്തി ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാറില്ല. ഞാൻ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ചുണങ്ങിയെടുക്കുകയാണ്. ഈ മത്തിയിലൊന്നും ചുണങ്ങയില്ല കേട്ടോ, കുഞ്ഞമത്തി ആയതുകൊണ്ട് കണ്ടില്ല, ചുണങ്ങേ വരുന്നില്ല. അപ്പോൾ നമ്മൾ അധികം ഇങ്ങനെ ചുണങ്ങുന്ന ടൈമിൽ അതിൻ്റെ ആ തൊലി ഇളകി വരാമെന്നല്ലാതെ ചുണങ്ങൊന്നുമില്ല ഇതിൽ. ഇനി നമുക്ക് ഒരു കത്രിക എടുത്തിട്ട് ഇതിൻ്റെ വാൽഭാഗം ആദ്യം തന്നെ നന്നായിട്ട് കട്ട് ചെയ്ത് കളയാം. കത്രിക ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സിമ്പിൾ കത്രികനെ കൊണ്ട് കട്ട് ചെയ്യാനാണെന്ന്. ഇതിൻ്റെ ഈ ചെകിള കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് തലയുടെ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ തല എടുക്കുന്നുണ്ട് ഞാൻ ഈ മത്തിയിൽ, അപ്പോൾ അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നുള്ള ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം ഇതിൻ്റെ ഈ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് സൈഡ് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് വേസ്റ്റും ബ്ലഡൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതേപോലെ സൈഡ് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ടോ അല്ലെങ്കിൽ കത്രികയെ കൊണ്ടോ തന്നെ വൃത്തിയാക്കിയാൽ മതി. ഇതേപോലെ തലേൻ്റെ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ മോൾ ഭാഗം ഉണ്ടല്ലോ, അതിങ്ങനെ കൈകൊണ്ടൊന്ന് മെല്ലെ പിടിച്ച് വലിച്ചാൽ മതി. അതിനുള്ളിൽ ചെറിയ പൂവൊക്കെ പോലെ ഉണ്ടാവില്ല തലേൻ്റെ ഉള്ളിലുള്ള, അതൊക്കെ കളയാം. ഇതേപോലെ കൈകൊണ്ട് പിടിച്ച് വലിച്ചാൽ മതി. കൈകൊണ്ട് തന്നെ ഉള്ളിലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ബാക്കിയുള്ള ഭാഗമൊക്കെ നമ്മൾ കഴുകുന്ന ടൈമിൽ പോയിക്കോളും. കണ്ടില്ല, തല അടക്കം കത്രികനെ കൊണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് കഴിഞ്ഞ് ഇത് തല അടക്കം എടുത്തിട്ടുണ്ട്. ഇനി ആ തലയുടെ മുകളിലുണ്ടല്ലോ ചെറിയൊരു ഷെല്ല് പോലെ ഉണ്ട് ചെറുതായിട്ട്, അതും കൂടി ഒന്ന് ജസ്റ്റ് കൈകൊണ്ട് എടുത്ത് കളയുക. ഇത് കണ്ടില്ല, ഈ ഭാഗം കൂടി ജസ്റ്റ് കൈകൊണ്ട് പറിച്ച് കളയാം. അപ്പോൾ ഞാനിവിടെ രണ്ടാമത്തെ മത്തിയും കൂടി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മത്തി ക്ലീൻ ചെയ്യുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു.
ബാക്കിയുള്ള മത്തിയും കൂടി ഞാനിവിടെ ക്ലീൻ ചെയ്ത് വെക്കാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കൂടാതെ ഞാൻ കരിമീനും കൂന്തൽ കണവൊക്കെ ഉണ്ടല്ലോ അത് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് പോയി കാണാം. കൂടുതൽ വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണും കൂടി ഒക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.